മീഡിയ കമ്മീഷന്റെ സെക്രട്ടറി എന്ന ചുമതല വളരെ ഭംഗിയായി നിർവഹിച്ച അദ്ദേഹം പുതിയ പ്രവർത്തന ഇടത്തിലേക്ക് മാറിപ്പോവുകയാണ്. അപ്പോൾ നമ്മൾ POC-യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കലാ സാംസ്കാരിക വേദിയിലെ സഹകാരികളെല്ലാവരും കൂടി ചേർന്ന് കുറച്ചു പേരേ ഉള്ളൂ, നമ്മളൊരു കുടുംബമാണ്. അദ്ദേഹത്തിനോട് എന്തെങ്കിലുമൊക്കെ നല്ല വർത്തമാനം പറഞ്ഞ് വിശേഷങ്ങൾ പങ്കിട്ട് അദ്ദേഹത്തിന് എല്ലാ മംഗളങ്ങളും അദ്ദേഹത്തിന് നേർന്ന് യാത്രയക്കുക എന്നുള്ള ഒരു ചെറിയ ചടങ്ങിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. തീർത്തും ഇതൊരു കുടുംബാന്തരീക്ഷമാണ്, ഒരു സൗഹൃദ കൂട്ടായ്മയാണ്, ഒട്ടും ഫോർമലല്ല. നമുക്ക് നമ്മുടെ കുടുംബത്തിലെ ഒരാളെ എങ്ങനെ കാണുന്നു, ഒരു സഹോദരനെ അല്ലെങ്കിൽ മകനെയോ ഒക്കെ അങ്ങനെ, പിന്നെ ഒരു ഗുരുവിനെയൊക്കെ എങ്ങനെ കാണുന്നു എന്ന പോലെയാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ഒരു ചടങ്ങ് ആരംഭിക്കും. എല്ലാവരും എഴുന്നേറ്റ് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ 6 വർഷം മുമ്പ് എറണാകുളത്ത് വരുമ്പോൾ എറണാകുളത്ത് ലുലുമാളുണ്ടെന്ന് മാത്രമാണ് എനിക്കറിയാമായിരുന്നത്. പിന്നെ ജോൺ പോൾ സാറുണ്ടെന്ന് പറയും. എറണാകുളവുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധം, ഇവിടെ താമസിക്കാൻ കുഴപ്പമില്ല എന്ന് തോന്നാൻ ഒരേ ഒരു കാര്യം, ആദ്യ ആഴ്ചകളിൽ ജോൺ സാറിൻ്റെ വീടുള്ള അടുത്തുണ്ടെന്നുള്ളത് മാത്രമാണ്. അവിടെ പോയി ജോൺ പോൾ സാറിനെ കണ്ടത് മുതലാണ് കുഴപ്പമില്ല ഇവിടെ താമസിക്കാം എന്നൊരു തോന്നലുണ്ടായത്. അതുകൊണ്ടാണ് ഐശ്വര്യ സിംഗിനോട് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചത്. എല്ലാവരെ പറ്റിയും കൃഷ്ണനെ പറ്റിയും ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളും ഉണ്ട് എനിക്ക് തീർച്ചയായിട്ടും. ഓരോ സ്ഥലവും അതിൻ്റെതായ സൗഹൃദം എപ്പോഴും എല്ലാവർക്കും തരും. ജോൺ സാറിനെയാണ് ഞാൻ ഏറ്റവും ആദ്യം ഓർക്കുന്നത്, എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത്. ഈ അമേരിക്കയിൽ പോയപ്പോഴും എനിക്ക് തോന്നി, സഫാരി TV-യിൽ ജോൺ സാർ വർത്തമാനം പറയുന്ന കുറേ വീഡിയോ കണ്ട് ഞാനത് പരിഹരിച്ചു. രാത്രി കുറച്ച് നേരം അങ്ങനെ കണ്ടു, അപ്പോൾ സുഖം കിട്ടും. അതിപ്പോഴും തുടരുന്നു. ബാക്കിയൊക്കെ എനിക്ക് സഹിക്കാവുന്നില്ല, ബാക്കിയൊന്നും എന്നെ അങ്ങനെ കണ്ടമാനം ബാധിച്ചിട്ടില്ല. ബാക്കിയൊന്നും ഒരു മനുഷ്യ സഹജമായ വേദന നഷ്ടമുണ്ട്. വലിയ മനുഷ്യരെ പരിചയപ്പെടുന്നതാണ് ഏറ്റവും വലിയ പാഠം.